മണൽക്കൂനകൾക്കിടയിലൂടെ എന്നുള്ള നമ്മുടെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത്. മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത് നിങ്ങൾക്കറിയാം, ഇതൊരു തിരക്കഥയല്ല, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു നോവലിനെ ബേസ് ചെയ്തുകൊണ്ട് സിനിമയ്ക്ക് ആക്കപ്പെട്ട ഒരു നോവൽ ഉണ്ടായിരുന്നു അല്ലേ. ആ നോവൽ ആടുജീവിതം എന്ന പ്രസിദ്ധമായിട്ടുള്ള നോവലിൽ നിന്നെടുത്തൊരു ചെറിയ ഭാഗമാണ് മണൽക്കൂനകൾക്കിടയിലൂടെ. അതാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. പാഠസംഗ്രഹം. നാട്ടിൽ മണൽവാരൽ തൊഴിലാളിയായിരുന്ന നജീബ് ഏറെ പ്രതീക്ഷകളോടെ ഗൾഫിലേക്ക് പോകാനൊരുങ്ങുന്നു. കൂടെ പരിചയക്കാരനായ ഹക്കീമും. സൗദി അറേബ്യയിലെ റിയാദിൽ വിമാനമിറങ്ങിയ അവർ അർബാബിനെ കാത്തിരിക്കുന്നു. അവിടെ എത്തിയ ആൾ അർബാബാണെന്ന് കരുതി രണ്ടുപേരും അയാൾക്കൊപ്പം പോകുന്നു. ഓർക്കുക, വളരെ പഴക്കം ചെന്ന വണ്ടിയിലാണ് അവർ പോകുന്നത്. ഗൾഫിൻ്റെ വീതികളിലൂടെ, വേഗം കുറഞ്ഞ വണ്ടിയിലൂടെ അവർ യാത്ര തുടരുന്നത് ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ്. അർബാബിൻ്റെ മോശമായ പെരുമാറ്റവും വണ്ടിയുടെ പിറകു വശത്തിരുന്നുള്ള യാത്രയുമെല്ലാം നജീബിനെ പ്രയാസപ്പെടുത്തിയെങ്കിലും ആ യാത്രയിലും ചില സന്തോഷങ്ങൾ കണ്ടെത്താൻ നജീബ് ശ്രമിക്കുന്നു. വിശപ്പും എന്തൊക്കെ സന്തോഷങ്ങൾ, ആകാശം കാണുന്ന സമയത്തുള്ള നക്ഷത്രങ്ങളെ കാണുമ്പോൾ, ചുറ്റുഭാഗമുള്ള ബിൽഡിങ്ങുകൾ കാണുമ്പോൾ പിന്നിലിരുന്നുള്ള യാത്രയാണ് നല്ലത് എന്നും അർബാബ് പാവമായിരിക്കുന്നൊക്കെ സ്വയം എന്ത് ചെയ്യുന്നു, മനസ്സിനെ വിശ്വസിപ്പിക്കുന്നു. വിശപ്പും ദാഹവുമെല്ലാം ആ യാത്രയിൽ അവർക്ക് അനുഭവപ്പെടുന്നു. താൻ സ്വപ്നം കണ്ട ഒരു ഗൾഫിലേക്കല്ല തൻ്റെ യാത്ര എന്ന തോന്നലുണ്ടാകുമ്പോഴും നജീബ് സ്വയം ആശ്വസിക്കുന്ന ഭാഗവും ഇതിൽ കാണാം. ഏതാണ് നജീബ് സ്വയം ആശ്വസിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്? മലയാള സാഹിത്യത്തിൽ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനുഭവ കഥകളും ആത്മകഥകളും എല്ലാം മലയാള സാഹിത്യത്തിൽ സമ്പന്നമാണ്. എന്നാൽ ഇത്രമേൽ ആഴത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ചിത്രീകരിക്കപ്പെടുകയും ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുകയും അത്രമേൽ തീവ്രമായി ഒരാൾക്ക് അതിജീവിക്കാൻ സാധ്യമാകുമോ എന്ന ചിന്തയെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു കഥ വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമെല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാത്രയായിരുന്നു ആടുജീവിതം. എന്നാൽ ജീവിതത്തിലെ ഏതു പ്രതിസന്ധികളിലുമുള്ള അതിജീവനവും അവസാനം വരെയുള്ള വിശ്വാസവും ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകൾ നൽകുന്നു എന്നതിനുള്ള തെളിവാണ് ഈ കഥ. സെറ്റ്. സംഗ്രഹം ഒന്ന് വായിക്കുക, നേരെ ചോദ്യോത്തരത്തിലേക്ക് വരാം. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെപ്പോലെ എൻ്റെ മനസ്സിനെ വലം വെച്ച് തുടങ്ങി. ഈ വാക്യത്തിൽ നിന്ന് നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? മണിയനീച്ചയുടെ ചലനവും ശബ്ദവും ഒട്ടും സുഖകരമല്ല എന്നു മാത്രമല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ്. ഇവിടെ നജീബിൻ്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് ഇങ്ങനൊരു പരാമർശം കൊണ്ടുവന്നിരിക്കുന്നത്. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നജീബിന് ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അർബാബിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത യാത്ര, കത്തുന്ന വിശപ്പും ദാഹവും എല്ലാം കൂടി ചേർന്ന് നജീബിന് ആശങ്കയും ഭീതിയും ഉളവാക്കിയെന്ന് ഈ പരാമർശത്തിലൂടെ മനസ്സിലാക്കാം. സെറ്റ്. മണിയനീച്ചയുടെ ചലനവും ശബ്ദവും ഒട്ടും സുഖകരമല്ല എന്ന് മാത്രമല്ല അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമാണ്. ഇവിടെ നജീബിൻ്റെ മനസ്സിലുണ്ടായ ആശങ്കയും ഭീതിയും വെളിപ്പെടുത്താനാണ് ഇങ്ങനൊരു പരാമർശം കൊണ്ടുവന്നിരിക്കുന്നത്. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ അനുഭവങ്ങളാണ് നജീബിന് ഈ അവസ്ഥ ഉണ്ടാക്കിയത്. അർബാബിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, മണിക്കൂറുകൾ നീണ്ടുനിന്ന വിശ്രമമില്ലാത്ത യാത്ര, കത്തുന്ന വിശപ്പും ദാഹവും എല്ലാം കൂടി ചേർന്ന് നജീബിന് ആശങ്കയും ഭീതിയും ഉളവാക്കിയെന്ന് ഈ പരാമർശത്തിലൂടെ മനസ്സിലാക്കാം. സെറ്റാണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകത്തിനറിയാം നീരുറവയുടെ ആഴം. കിണറ്റിലെ തവളയോട് ചോദിക്കൂ കടലിൻ്റെ വലിപ്പം. ഈ കവിതാ ഭാഗത്തെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നജീബിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഗൾഫിലെത്തിയപ്പോൾ ഉണ്ടായ നജീബിൻ്റെ അനുഭവങ്ങളാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത്. താജിൽ വീണ്ടും എന്ന കവിതയിലൂടെ മരുഭൂമിയിൽ മരിക്കുന്ന ഒട്ടകം നീരുറവയുടെ ആവശ്യവും ആഴവും തിരിച്ചറിയുന്നു എന്നും സ്വാതന്ത്ര്യം അനുഭവിക്കാത്ത തവള കടലിൻ്റെ വലിപ്പവും സ്വാതന്ത്ര്യവും സ്വപ്നം കാണുന്നു എന്നും അവതരിപ്പിച്ചിരിക്കുന്നു. കഷ്ടപ്പാടുകൾക്കിടയിലും അസ്വാതന്ത്ര്യങ്ങൾക്കിടയിലും നല്ല പ്രതീക്ഷകൾ കാത്തു സൂക്ഷിക്കുന്നത് കവിതയിൽ കാണാം. അതുപോലെ പ്രയാസങ്ങൾക്കിടയിലും നജീബിൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും പാഠഭാഗത്ത് കാണുന്നു.
യാത്രയിലുടനീളം അനുഭവിച്ച പ്രയാസങ്ങൾ, അർബാബിൻ്റെ മോശമായ പെരുമാറ്റം, ഇതെല്ലാമാണ് ആദ്യ ദിനം തന്നെ നജീബിന് നേരിടേണ്ടി വന്നത്. ദുരിതങ്ങൾക്കിടയിലും അർബാബിൻ്റെ കയ്യിൽ തൻ്റെ ജീവിതം സുരക്ഷിതവും ശോഭനവുമാണെന്ന് നജീബ് കരുതുന്നു. കേവലം 5 മിനിറ്റ് 10 സെക്കൻഡിൽ നമ്മൾ 2 ചോദ്യങ്ങൾ പാഠത്തിൻ്റെ സംഗ്രഹം എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പാഠഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു നോക്കുക. ഈ പാഠഭാഗത്തിലെ പോയിന്റുകൾ എന്ത് ചെയ്യില്ല, മറക്കില്ല. ഓക്കെ, താങ്ക് യു.